turn ahead onto South Stem Houston Parkway West. You can see the fall colors on the trees. In about a quarter of a mile, freeway entrance on your left. Freeway entrance on your left. Cloudless and because objects more. Okay. So that the objects should be more. That is a frame. Oh, okay. ഹ്യൂസ്റ്റൺ വോയിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എൻ്റെ നാട്ടുകാരനായ ജോജോയാണ്. ജോജോയെ പരിചയപ്പെടാം. ജോജോ അമേരിക്കയിലായിട്ട് വർഷങ്ങളായെങ്കിലും കഴിഞ്ഞ ആഴ്ച മാത്രമാണ് എനിക്ക് ജോജോ ഇവിടെ ഉണ്ടെന്നും ഇങ്ങനെ ഒരു വലിയ ബിസിനസ്സിന്റെ ഉടമസ്ഥനാണെന്നും ഒക്കെയുള്ള ഒരു കാര്യം ബോധ്യപ്പെടുത്തത്. ഇത് മോനിച്ചൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ജോജോയെ കാണാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ ജോജോയിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാം. പ്ലീസ് വെൽക്കം ജോജോ. വെൽക്കം ജോജോ കൂത്രപ്പള്ളിക്കാരനാണെന്ന് ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ ആഴ്ച മാത്രമാണ് എനിക്ക് അറിയാൻ പറ്റിയത്. ജോജോ ഇവിടെ അമേരിക്കയിൽ വന്ന കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് വിശദമായിട്ടൊന്ന് പറയാൻ പറ്റുമോ? ക്ലിക്ക് വന്നില്ല. പ്ലീസ് വെൽക്കം ജോജോയെ പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ജോജോ തീർച്ചയായിട്ടും കൂത്രപ്പള്ളിയിലെ കാര്യങ്ങളും വീട് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? പറഞ്ഞു. താങ്ക് യു സോ മച്ച് സല്ലിച്ച. പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതെ അതെ, ഞങ്ങൾ 2006 അമേരിക്കയിൽ എത്തിയതാണ്. എന്റെ വൈഫ് ഡിഫറൻസ് പാപ്പായോട് പരീക്ഷയ്ക്ക് വന്നാണ്. അങ്ങനെ വന്ന് ഞങ്ങൾ സൗത്ത് കരോളൈനയാണ് വന്നത്. വന്ന് 2009 ഞങ്ങൾ ഹ്യൂസ്റ്റണിലെത്തി. 2 വർഷത്തിന് ശേഷം ഹ്യൂസ്റ്റണിലെത്തി. 2014 തുടക്കത്തിൽ തന്നെ ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റി. അങ്ങനെ ദൈവനിച്ച് വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നു. അതെ അതെ, മലയാളികളുടെ ഇടയിൽ മലയാളി സംരംഭകർ കുറവാണെങ്കിലും ഈ ഒരു വലിയ ഭംഗിയായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അതെ അതെ. ഈ കൂത്രപ്പള്ളി കുടുംബത്തെ പറ്റി ഒന്ന് കൂടുതൽ വിവരിക്കാമോ? എവിടാണ്? കൂത്രപ്പള്ളിയിൽ നമ്മുടെ മഠത്തിന്റെ സൈഡിൽ കൂടെയുള്ള വഴിയെ പേമ്പത്താനത്തിനടുത്താണ് ഞങ്ങൾ. നമ്മുടെ ചെറുക്കടവിന് പോകുന്ന ചെറുക്കടവിലോട്ട് പോകുന്നത്.
അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഒരു സ്ഥാപനമുണ്ട്, സെന്റ് ജോസഫ് ഇൻഡസ്ട്രീസ് എന്നാണ് എന്റെ പേര്, ആ മഠത്തിന്റെ തൊട്ടടുത്ത്. അതിപ്പോ ഞങ്ങളിവിടെ അവിടുന്ന് മാറ്റിയിട്ട് എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഇപ്പൊ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മുഴുവൻ മാനുഫാക്ചറിംഗ് ഉണ്ടോ, ഡൈ ഒക്കെ ഉണ്ടോ? തിയേറ്റർ ചെയർസിന്റെ കംപ്ലീറ്റ് വർക്ക് 83 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ എന്റെ അനിയനാണ് അത് നടത്തുന്നത്. അപ്പൊ അതിന്റെ പേര് സാൻജോസ് എന്നാണ്. നല്ല രീതിയിൽ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലെയും ഫർണിച്ചർ ചെയർസ് ഇരുന്ന് ഞങ്ങളുടെ കമ്പനി. ശരി, അതപ്പോ ഏത് എത്ര റോ വരെയുള്ള സീറ്റ് എങ്ങനെയാ കണക്കൊക്കെ? നിങ്ങള് കേരളത്തിലെ ഏതെങ്കിലും എ ക്ലാസ് തിയേറ്ററിലോ ബി ക്ലാസ് തിയേറ്ററിലോ ഇരുന്ന് കഴിഞ്ഞാൽ കാണുന്ന കസാര ഞങ്ങളാണ്. ശരി, അതിലെന്തെങ്കിലും ബ്രാൻഡ് നെയിമോ അങ്ങനെ എന്തെങ്കിലും സാൻജോസിന്റെ ബ്രാൻഡ് നെയിം ഒന്നും ഇല്ല, കാരണം വേറെ കമ്പനിയൊന്നും ഇല്ല, കോമ്പറ്റീറ്റേഴ്സ് കുറവാണ്. ശരി, അപ്പൊ ഈ കസേര ഇത് മാത്രമാണോ? കസേര മാത്രം. അപ്പൊ ഓഡിറ്റോറിയവും തിയേറ്റേഴ്സ്. അപ്പൊ ഇത് അപ്ഹോൾസ്റ്ററി ഒക്കെ ഇല്ല, കംപ്ലീറ്റ് മാനുഫാക്ചറിംഗ്. അത് എവിടുന്ന് ആരാ ഇതെല്ലാം ചെയ്തത്? അതെല്ലാം അവിടെ വർക്കേഴ്സ് ഉണ്ട്. അവിടെ ഒരു വലിയ കമ്പനി തന്നെയാണ് അവിടെ. ശരി, അത് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. ശരി, 10-60 ജോലിക്കാർ വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കോവിഡ് കാരണം എന്നാലും പ്രൊഡക്ഷൻ ഉണ്ട്. ശരി, നല്ല രീതിയിൽ. ശരി. പിന്നെ എന്റെ മൂത്ത ചേട്ടൻ കഴിഞ്ഞ വർഷം മെയ് 22-ാം തീയതി മരിച്ചുപോയി. പുള്ളിയുടെ പേര് ജിമ്മിച്ചൻ എന്നായിരുന്നു. മഠത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അലമാരി കമ്പനിയായിരുന്നു പുള്ളി നടത്തിക്കൊണ്ടത്. മഠത്തിന്റെ നേരെ ഓപ്പോസിറ്റ്, മഠത്തിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡിന്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ മഠത്തിലെ പറമ്പല്ലായിരുന്നു അതൊക്കെ ആയിരുന്നു. അത് കൂത്രപ്പള്ളി തോമസിന്റെ പറമ്പായിരുന്നു. അവിടുന്ന് മേടിച്ചത് പുള്ളിയിൽ നിന്ന് വാങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങള് ആ സ്ഥാപനം ഞങ്ങളുടെ കുടുംബ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു, പുള്ളിയുടെ പ്രോപ്പർട്ടിക്കകത്തായിരുന്നു സ്ഥാപനം നടത്തിയിരുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കോവിഡ് വന്നത്. ലോകം മുഴുവൻ എല്ലാവരും അഫക്ട് ചെയ്തതാണ്. അങ്ങനെ പുള്ളി മരിച്ചുപോയി. അപ്പം പുള്ളിയുടെ മക്കളെ ഒരാള് UK-ല്, ഒരാള് ജർമ്മനിയില്, ഒരാള് മദ്രാസിൽ പഠിക്കുന്നു. വെരി ഗുഡ്. അത് ശരി. ആ പാലത്തിനോട് ചേർന്ന് ഒരു വീടുണ്ടായിരുന്നു, അത് മഠത്തിന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ പുള്ളിയുടെ വീടാണ്. ഷാപ്പിംഗ് ഉണ്ടായിരുന്ന പ്ലോട്ട്. മഠത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു 2 നില വീട്ടിൽ താമസിക്കും. അതൊരു ലാലിച്ചന്റെ കൂടെ വീടില്ലായിരുന്നു, ഓർമ്മയുണ്ടോ? അവിടെ ലാലിച്ചനല്ലല്ലോ, അവിടെ ഒരു ഞാൻ ചോദിച്ചെന്നുള്ളൂ, എന്റെ പഴയ ഓർമ്മയിൽ ചോദിച്ചത്. അവിടെ വേറെ ആക്ച്വലി വേറെ വീടുള്ളത് 3 വീടുള്ളത്. ഒന്ന് കുഴപ്പമില്ല. ഓക്കെ ലോകം. അപ്പം ജോജോ പഠിച്ചതെല്ലാം കുതിരപ്പള്ളി തന്നെ ഒന്നും മുതല്? ഞാൻ ചങ്ങനാശ്ശേരി, ഞാൻ കുതിരപ്പള്ളി പഠിച്ചിട്ടേ ഇല്ല. കുതിരപ്പള്ളി പഠിച്ചിട്ടില്ല? ഞാൻ സൺഡേ സ്കൂൾ മാത്രമേ കുതിരപ്പള്ളി. ഞാൻ ചങ്ങനാശ്ശേരി SS-ലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് SP ഹൈസ്കൂളിൽ. അപ്പം പോയി വരികയായിരുന്നോ? അതോ ചെറുപ്പം പോയി വരികയായിരുന്നു? ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൊച്ചു ചെറുക്കൻ സ്കൂളിൽ പഠിക്കാൻ പോയി ബസ്സിൽ പോകുന്നത് ഞാനാണ്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ കൂത്രപ്പള്ളി വന്നു. മനസ്സിലായി. ആ കാലഘട്ടം മുതൽ ഞാൻ ചങ്ങനാശ്ശേരി പോയാൽ പഠിച്ചു. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, SB-യിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബസ്സിൽ കയറാൻ ഒരു പയ്യനെ വരത്തുണ്ടായിരുന്നു, കൊച്ചു സ്കൂളിൽ പോകുന്നത്. അത് തച്ചങ്കേരിയിലെ മാത്തുക്കുട്ടിയുടെ മോനായിരുന്നു. അത് മാത്തുക്കുട്ടിയുടെ മോൻ എവിടെ തറ പഠിക്കാനാ. ഇവിടുന്ന് കയറുന്നത് ഞാനും മിസം പഠിക്കാനാ. പുള്ളി മിസം പഠിക്കുന്ന കയറുമ്പോൾ ഞാൻ കൂത്രപ്പള്ളി ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചു. ഞാൻ പലപ്പോഴും ആ പിള്ളേരെ പറ്റി ഓർക്കാൻ ഒരു ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, ഒരു സിസ്റ്റർ തേജ എന്നുള്ള സിസ്റ്ററും സാബു, ഇവരെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. ഇന്നും വളരെ സ്മാർട്ട് പിള്ളേരായിരുന്നു, വളരെ അട്രാക്റ്റീവ് ആയിട്ട് അവര് ഡ്രസ് ചെയ്തൊക്കെ വരുന്നതൊക്കെ. അത് വിജയ് എന്ന് പറയുന്ന ബസ്സിലെ സ്ഥിരം ആൾക്കാരായിരുന്നു ഞങ്ങള്. ഞാനന്ന് +2 പഠിക്കുന്ന സമയം, അന്ന് പ്രീഡിഗ്രി ആണല്ലോ. അപ്പം മിഷൻ പഠിക്കൽ ബസ് നിർത്താൻ ഞങ്ങളെ ബെല്ലടിക്കുന്ന ആള്. ബെല്ലടിയൊക്കെ ഞങ്ങളുടെ ജോലിയാണ്. അത് ശരി. അപ്പം ചങ്ങനാശ്ശേരി SH-ല് 80-കളിലല്ലേ? എന്നാ SLC? ഞാൻ 7ാം ക്ലാസ് മുതൽ SB ഹൈസ്കൂളിലേക്ക് മാറി. ഞാനും സാബു എല്ലാം ഒന്നിച്ച് മാറി ഹൈസ്കൂളിലോട്ട് മാറി. ഇപ്പൊ SB ഹൈസ്കൂളിൽ വന്നു. SB ഹൈസ്കൂളിൽ ആയ ശേഷം 10 കഴിഞ്ഞിട്ട് പിന്നെ SB കോളേജിൽ കഴിഞ്ഞു. ശരി. അന്ന് പ്രീഡിഗ്രി ഉണ്ട്. അത് ശരി. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോജോ എവിടെ വരെ പഠിച്ചു? അത് കഴിഞ്ഞ് ഞാൻ B.Com കഴിഞ്ഞു. B.Com കഴിഞ്ഞ ശേഷം ഞാൻ നേരെ കുറച്ചാള് ബിസിനസ്സിലൊക്കെ. ഈ ഫർണിച്ചർ ഇൻഡസ്ട്രി കസേര കമ്പനിയായിരുന്നു. അന്നുണ്ട്. എന്താ തുടങ്ങിയത് 84 തുടങ്ങിയത് ഈ കുതിരപ്പള്ളി. മഠത്തിന്റെ അവിടെ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉള്ള ആർക്കൊരു ഓർമ്മയുണ്ടോ? മഠത്തിന്റെ അവിടെ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പ്, ആ കോർണറിലെ ലാസ്റ്റ് പ്ലോട്ടിലോട്ട്. അത് തന്നെ, അത് ഞങ്ങളായിരുന്നു. അവിടെ ഒരു കോൺക്രീറ്റ് കെട്ടിടം ആയിരുന്നു, ഒരു ബാർബർ ഷോപ്പ്. അത് തന്നെ. ആ ബിൽഡിങ്ങിന്റെ പാലമട്ടത്തേക്ക് തിരിയുന്ന വശത്തുള്ള ആ ഷെഡും അതെല്ലാം ഞങ്ങളുടേതായിരുന്നു. ഓ മൈ ഗോഡ്. ഓക്കെ. പഴയ 10-40 വർഷം പുറകിലോട്ട് എന്നെ കൊണ്ടുപോയി. വളരെ സന്തോഷം ജോജോ. അപ്പം നിങ്ങള് കുടുംബ വീട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് മാറിയല്ലേ? ഇല്ല, ഞാൻ ഗൾഫിൽ പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ വീട് വെച്ചതാണ് സത്താരടി വിളിച്ചത്. അവിടെ നമ്മുടെ വില്ലേജ് ഓഫീസിലെ തങ്കച്ചന്റെ തൊട്ടപ്പുറത്തായിട്ട് അപ്രാച്ചന്റെ ഒക്കെ വസ്തു മേടിച്ച് അവിടെ വീട് വെച്ചു.
അവിടെ 2002 ഞാൻ വീട്ടിൽ കയറി പാർത്ത്. അത് കഴിഞ്ഞിട്ട് 2006 വരെ ഞാൻ അവിടെ താമസിച്ചു. ഈ ഗൾഫിൽ എന്ന് പറഞ്ഞാൽ ഈ ഒമാനിലായിരുന്നു, ഞാൻ ആദ്യം സൗദിയിലായിരുന്നു. 90 സൗദിയിൽ പോയി, 92 തിരിച്ചു വന്നു. പിന്നെ 92 വന്നും കല്യാണമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും സൗദിക്ക് പോയി. 94 തിരിച്ചു വന്നു. അവിടെ നിന്ന് അന്ന് 94 മുതൽ ഞാൻ മസ്കറ്റിലായിരുന്നു 2002 വരെ. ഈ SB കോളേജിൽ പഠിച്ച കാലഘട്ടത്തിൽ എന്തെങ്കിലും യൂണിയൻ ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല. ഞാനും മോനിച്ചിട്ട് അങ്ങനെ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങള് പഠിത്തം ഒരു സൈഡും അതിലൂടെ പഠിച്ചു. ഈ മോനിച്ചിനായിട്ടുള്ള പരിചയം എങ്ങനെയാണ്? അപ്പം ജോജോ ഈ മോനിച്ചിനായിട്ടുള്ള പരിചയം എങ്ങനെയാണ്? മോനിച്ചിനായിട്ട് ഞങ്ങൾ വേദോടെ പഠിച്ചുള്ള പരിചയമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ശരിക്കും ഞങ്ങളായിരുന്നു ഏറ്റവും ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. ശരി, വർഷങ്ങളുടെ പരിചയം, വർഷങ്ങളുടെ ബന്ധവും. അതെ അതെ. അത് കഴിഞ്ഞ് ഇപ്പോഴും ആ ബന്ധം നിലനിൽക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. നല്ല രീതിയിൽ ഞങ്ങള് ആത്മാർത്ഥ കൂട്ടുകാരാണ്. മനസ്സിലായി. എന്നോട് മോനിച്ചൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു ജോജോ എന്ന് പറഞ്ഞാല് ഹൗ മൈ എൽഡർ ബ്രദർ ആൻഡ് ജോജോ സോറി മോനിച്ചൻസ് എൽഡർ ബ്രദർ ഹൗ ദേ ആർ ബ്രദറുമായിട്ടുള്ള അതേ അതിനേക്കാൾ അതുപോലത്തെ അത്ര തന്നെ. അല്ല, എന്റെ ഒരു ചേട്ടനുണ്ട് സണ്ണി എന്ന് പറഞ്ഞ സണ്ണിജാൻ ഫെഡ് ബാങ്കിലായിരുന്നു ഈ മോനിച്ചിന്റെ കുഞ്ഞുമോനും. അതെ അതെ. അപ്പൊ അവര് തമ്മിൽ ഒരു വലിയൊരു ഇന്റിമസി ഉണ്ട്. ആ കെയർ ഓഫില്ല ഞങ്ങളുടെ രണ്ട് ഫാമിലിക്കാരും തമ്മിലുള്ള ഒരു വലിയ കണക്ഷൻ ഉണ്ട്. ഞാൻ പക്ഷെങ്കിൽ ടെക്നിക്കൽ സൈഡിലായിരുന്നു. അപ്പം ജോജോ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. SB കോളേജ് കഴിഞ്ഞ് കല്യാണം എവിടുന്നാണ് കല്യാണം കഴിച്ചത്? കോട്ടയം സംക്രാന്തി. അത് ശരി. പേരൂർ പോകുന്നത് ഏറ്റുമാനൂര് അല്ലെ? പേരൂർ സംക്രാന്തിക്ക് അവിടെ പേരൂർ പോകുന്നത് മാമൂടിയോടെയാണ് അവിടെ. ഓക്കെ ഓക്കെ. ഇവിടെ കുടുംബമായിട്ട് മക്കള് രണ്ടുപേര്. മോന്റെ കല്യാണം കഴിഞ്ഞല്ലേ? ഇല്ല. ശരി. ആമ്പിള്ളേര് രണ്ടുപേരുടെയും പഠിത്തം കഴിഞ്ഞു. രണ്ടുപേരും ഗ്രാജുവേറ്റ് ആണ്. ഒരാൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ഒരാൾ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. മൂത്തയാൾക്ക് ജോലിയായി. അങ്ങനെ ജോലിക്ക് അടുത്താഴ്ച കയറാൻ പോകുന്നു. ഈ ബിസിനസ്സിൽ സഹായിക്കുന്നത് കുടുംബപരമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആക്ച്വലി എന്റെ വൈഫിന്റെ പാർട്ണറാണ്. ഈ കൊണ്ടല്ലേ? വീക്കെൻഡിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് എന്റെ മോനാണ്, ഇളയ മോൻ. അവനാണ് ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തത്. ഇതിന് അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്നതൊക്കെ എങ്ങനെ? അഡ്വർടൈസ്മെന്റ് ഇല്ലാത്ത ബിസിനസ്. അഡ്വർടൈസ്മെന്റ് ഇല്ല. ഇത് സംഗമത്തിലൊന്നും വരുന്നേ ഇല്ല. ആദ്യമേ മുതലേ പറഞ്ഞു അഡ്വർടൈസ്മെന്റ് ഇല്ലാത്ത ബിസിനസ്. കാരണം അല്ലാതെ തന്നെ ദൈവാനുസരിച്ച് ഞങ്ങൾ നന്നായിട്ട്. അതെ അതെ. മലയാളികളുടെ ഇടയിൽ തന്നെ നല്ല പേരുണ്ട്. അച്ഛൻ പറഞ്ഞ ജോജോ പറഞ്ഞല്ലോ ഫെയർലാൻഡിലൊക്കെ ഞങ്ങളുടെ വണ്ടി ആഴ്ചയിൽ ഒന്നല്ലേ ഷാഡോക്രിക്ക് ഏരിയയിൽ ഞങ്ങളുടെ വണ്ടി വരാൻ. ഞാനേതായാലും ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നോക്കട്ടെ ജോജോയ്ക്ക് എന്തെങ്കിലും റെഫറൻസ് കിട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ജോജോ ഈ നമ്മുടെ കൂത്രപ്പള്ളിയെ പറ്റി കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ കൂത്രപ്പള്ളി ഓർക്കുന്ന പ്രമുഖ വ്യക്തികളോ അല്ലെങ്കിൽ പരിചയത്തിലുള്ളവരോ ഏതെങ്കിലും സംഭവങ്ങളോ മനസ്സിൽ വരുന്നുണ്ടോ? അങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ എന്തെങ്കിലും, അല്ലെങ്കിൽ അവിടെ നടന്ന ഒരു ആക്സിഡന്റിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പെട്ടെന്ന് ചോദിച്ചോണ്ട് ചിലപ്പോൾ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കൂത്രപ്പള്ളിന്റെ ഒരു സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നു. ഏതെങ്കിലും ക്ലബ്ബ് പണ്ട് കൂത്രപ്പള്ളി ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ അകത്ത് എന്തെങ്കിലും? ആക്ച്വലി അന്നൊക്കെ ആ ക്ലബിന്റെ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അച്ചാച്ചൻ ഞങ്ങൾക്ക് കമ്പനിയിലെ ഒരുപാട് ജോലി ഉത്തരവാദിത്തം ഏൽപ്പിച്ചു തരുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിൽ പോകാൻ സമയം കിട്ടില്ല. ഇങ്ങനെ ഞായറാഴ്ചയോ അതുപോലത്തെ വീക്കെൻഡ്സിലൊക്കെ ഞങ്ങൾ മോണിച്ചറിൽ ഞങ്ങൾക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് ഒക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വർത്താനം പറയും, പാട്ടുപാടും. അത്രയൊക്കെ. ഈ ഇത് പറഞ്ഞപ്പോ കറിച്ചാൽ NSS ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാനോ വല്ലതും വന്നിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് അത് തുടങ്ങി വെച്ചത് ഇല്ല, ക്രിക്കറ്റിൽ വന്നിട്ടില്ല. ഫുട്ബോൾ കളിക്കാൻ നമ്മുടെ ഗോളി ജോർജിന്റെ ഒക്കെ കൂടെ ഈ ജെയിംസ് ജോഗുരിനെയൊക്കെ അറിയാം, ഒരു ഫുട്ബോൾ പോലീസുകാരന്റെ മോന. അവർക്ക് ഇപ്പൊ എവിടെയാണ്? എന്തെങ്കിലും കേട്ടറിവുണ്ടോ? അവൻ ദുബൈയിലാണ്. അവന്റെ ഇളയൊരു അനിയൻ ജേസൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കറിച്ചാൽ NSS സ്കൂളിലെ ഫുട്ബോളിനകത്ത് അവരുടെ കഴിഞ്ഞിട്ടുള്ള കളിയേ ഉള്ളൂ. അവരുടെ കാലം നിന്ന് പന്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. എന്താ കളിയായിരുന്നു ആ കാലം. ഈ ബാബു ജോൺ എന്ന് പറഞ്ഞ വ്യക്തിയും ഭയങ്കര ഫുട്ബോൾ കളിക്കാരായിരുന്നു. ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു കൂത്രപ്പള്ളി. ഒന്നാം മറങ്ങാറ്റ ഒരു സ്ഥിതി എന്ന് പറയാം. പിന്നെ ബാബുട്ടി, കുഞ്ഞാച്ചന്റെ മകൻ ബാബുട്ടി, പിന്നെ ഒരു മെല്ലിലെ അപ്പച്ചന്റെ കുഞ്ഞാച്ചന്റെ അനിയന്റെ മകൻ അപ്പച്ചന്റെ മകൻ സിബി, മോനിച്ചൻ. പിന്നെ ഈ ജോജോ പറയുന്ന ഈ പേരുകളെല്ലാം എന്നെക്കാളും കുറെ ദൂരമായുണ്ട്. ഞാൻ 21 വയസ്സായപ്പോൾ ഞാൻ അവിടുന്ന് പോയതാണ്. നമ്മുടെ സാവിയേട്ടൻ ഞങ്ങളുടെ ഇന്റിമേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. ഞങ്ങളുടെ കൂടെ കൂത്രപ്പള്ളി സ്കൂളിലും കറച്ചാലിലും ഒക്കെ സാവിയോ, പിന്നെ ഈ സാബുമാരെ, സുര്യന്, ഇങ്ങനെയൊക്കെ ഉള്ളവരെ 61 വയസ്സുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം നമ്മളെ
അറിയുന്നവരാണ്. അതെ. പുതുപ്പള്ളിയിൽ അപ്പം പ്രമുഖ വ്യക്തികൾ സജി നിലത്തും തീർച്ചയായിട്ടും അവരൊക്കെ നല്ല കണക്ഷനാണ്. അവർ ചങ്ങനാശ്ശേരി മൂവ് ചെയ്തോന്നു, ഞങ്ങൾ ചങ്ങനാശ്ശേരി വന്നാണ്. അതുകൊണ്ട് ചങ്ങനാശ്ശേരി ആ ടീമുമായിട്ടൊക്കെ ഞങ്ങൾക്ക് നല്ല കണക്ഷൻ. അവരുടെ പേര് ഡാഡിയുടെ കാറൊക്കെ ടാക്സി ഓടുന്ന സമയത്ത് തീർച്ചയായിട്ടും പാപ്പച്ചിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ലില്ലിക്കുട്ടി ചേച്ചിയും എല്ലാവരും നല്ല പരിചയമാണ്. ഈ നമ്മുടെ നെൽകുപ്പിലെ സാബു, സോണി, സാജി, ഇളയമോന്റെ പേര് എനിക്ക് ഓർമ്മ. അതെ അതെ, ഒരു പെങ്ങളല്ലായിരുന്നു, ഒരു പെങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങള് ഈ സാബുവിന്റെ കൂടെ ഞങ്ങള് ഈ പുതുപ്പള്ളിയില് സ്കൂളിലെ കിണറ്റിലെ ഒരുപാട് പിള്ളേർ വന്ന് കൂടി വെള്ളം കിട്ടാത്തതുകൊണ്ടുണ്ടല്ലോ, നമ്മളെ കൈ കഴുകാനൊക്കെ വെള്ളം കിട്ടാത്തതുകൊണ്ട് ഒന്ന് ഈ തോട്ടിൽ പോയി കഴുകുക, അല്ലെങ്കിൽ ഇവര് വീട്ടിലെ പോയാ ഉണ്ടെന്നേ. അപ്പൊ ഇവരുടെ കൂടെ ഞങ്ങൾ അങ്ങുവരെ പോകുമായിരുന്നു. സാബുവിന്റെ വീട്ടിലാവുന്നിരുന്ന ചോറ് മാത്രം വെച്ച് ചോറുള്ളത്. ഒരുപാട് ദിവസം സാബുവിന്റെ കൂടെ പോയിട്ടുണ്ട്. അവരുടെ വീട് റോഡ് സൈഡ്. അതെ അതെ. മറ്റേ നിലവിലെ സാബുവിന്റെ വീട് അകത്താണ്. അങ്ങോട്ട് ഞങ്ങൾ ആദ്യം പോയിട്ടില്ല. പക്ഷെ ഈ വീട്ടിൽ ഞങ്ങള് അപ്പൊ അവരുടെ ഡാഡിക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു ഞങ്ങളൊക്കെ ചെല്ലുന്നത്. അന്ന് ഇവരെല്ലാം കൊച്ചുപിള്ളേരാണ്. ഞാൻ കുത്രപ്പള്ളി പഠിക്കാത്തതുകൊണ്ട് എനിക്ക് ആ സാഹചര്യം മനസ്സിലായില്ല. അതെ, സൺഡേ സ്കൂളിലായിരിക്കും ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് കൂട്ടുകാരുണ്ട്. ഏതായാലും ആ മാത്തുക്കുട്ടിയുടെ മാവനുമായിട്ടൊക്കെ ഇപ്പം ബന്ധമുണ്ടോ? അവരാ തറവാട്ടിൽ തന്നെ ഉണ്ടോ? അവിടെ തന്നെ ഉണ്ട്. ശരി. അതാ അവരുടെ വീട് കഴിഞ്ഞാൽ പിന്നെ മർത്തോപ്പള്ളി കഴിഞ്ഞ് പാലമറ്റം, പിന്നെ അങ്ങ് ഒരു വഴിയായി അല്ലേ? പിന്നെ പാലമറ്റത്തേക്കുള്ള വഴിയായി. പണ്ട് അവിടെ വരെ മാത്തുക്കുട്ടിയുടെ തോട്ടം വരെ ഉള്ളായിരുന്നുള്ളൂ. കാറോ ഓട്ടോറിക്ഷ. അതെ, പാത്തുക്കുട്ടി ഒരു സിംബോളിക് ഐക്കോണിക് പേഴ്സൺ ആയിരുന്നു. അതെ. അയ്യോ, പ്രത്യേകിച്ച് ഈ പിള്ളേരാണെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് നമ്മൾ സ്കൂളിൽ കോളേജിൽ വന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം, അതൊക്കെ ഒരു കാലം. പിന്നെ കുത്രപ്പള്ളിക്കാർ ഇവിടെ ഉള്ളവരിൽ ആരുമായിട്ടാണ് കൂടുതൽ? വെട്ടുകാട്ട് ജോജി അല്ലേ? അദ്ദേഹം നിങ്ങളുടെ പ്രായമായിരിക്കും അല്ലേ? ഇളയതാ. വെട്ടുകാട്ട് ജോജി നല്ല ഈ താഴെ കുരിശിപ്പള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്നു. തൊട്ട് കിഴക്കിരിക്കുന്നത്. നമ്മുടെ ജോസ് സാറിന്റെ ആ പുള്ളിയുടെ കാര്യം എന്നോട് മോൻസൻ ചേട്ടൻ ചോദിച്ചായിരുന്നു. പുള്ളി എനിക്കൊന്ന് പരിചയപ്പെടണം. ജർമ്മനിലെ പുള്ളിയായിട്ട് നല്ല കണക്ഷൻ ഉണ്ട് ജോജിക്ക്. ഇന്നലെയും രാത്രി വിളിച്ചായിരുന്നു എന്നെ ജോസിയായിട്ട്. ഞാൻ പറഞ്ഞു ജോജിയായിട്ടൊന്ന് പരിചയപ്പെടണം. ഞാൻ ജോജി ശരി. ഞാൻ ജോജിയോട് ഒന്ന് പരിചയപ്പെട്ടോളാം. അപ്പൊ നമ്മുടെ ഈ ഒരു പുതിയ ഇതുണ്ടല്ലോ കുത്രപ്പള്ളിയുടെ ഒരു ചെറിയ ഡോക്യുമെന്റ് ചരിത്രം നമ്മളിലൂടെ എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് ജോജോയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. കൈയെഴുത്ത് പ്രതിയും ഒരു നല്ല അല്ല മതി, ഉള്ളത് ഞങ്ങൾ എഴുതി എടുത്തോളാം. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ജോജോ പറഞ്ഞാൽ മതി. കുത്രപ്പള്ളിയുടെ ഓർമ്മകളൊന്നും നമുക്ക് ചരിത്രത്തിലാക്കാൻ. കുത്രപ്പള്ളി നമ്മുടെ ഒരു പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ഓർമ്മയുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഒരു ദൈവത്തെ കേട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് കേട്ടിട്ടുണ്ട്. അതായത് ഒരു മീൻ കച്ചവടമൊക്കെ ചെയ്യുന്ന അയാളുടെ വീട്ടുപേര് നമ്മുടെ ഷാപ്പിന്റെ ഓപ്പോസിറ്റ് പൊക്കപ്പുറത്തെ വീട്ടില് ഉണക്കമീൻ. അവിടുത്തെ ഒരു ദേവസ്വം എന്റെ ക്ലാസ്മേറ്റ്, എന്റെ ആചാര്യന്റെ പഴയ അപ്പൂപ്പന്റെ റെയിൽവേയിലുള്ള. എനിക്ക് അറിയത്തില്ല, പക്ഷെ അങ്ങനെ ഒരു ഉണക്കമീൻ കട ഉണ്ടായിരുന്നു ഇവിടെ കുഞ്ഞിച്ചിയുടെ കടയിൽ. അതെ, ഒരു വെള്ള ഷർട്ടും വെള്ളവും കൊണ്ടുപോയിട്ട് പള്ളിയിൽ വന്ന് കുർബാന കണ്ടിട്ടാ പള്ളിയിൽ വരുന്നത്. അതെ അതെ. ആ പുള്ളിയുടെ പേരത്ത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരുന്നത്. അതെയോ? ആ ദേവസ്വം എന്ന് പറഞ്ഞ എന്റെ ക്ലാസ്മേറ്റ് അല്ല, 5 മുതൽ 7 വരെ. അന്ന് എന്റെ കൂടെ പഠിക്കുമ്പം കുർബാന കാണാൻ നിൽക്കുമ്പോഴത്തേക്കും പുള്ളി എല്ലാവരുടെയും ആമേൻ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു ആമേൻ കാര്യമായിട്ട് വെക്കുമായിരുന്നു. ശരി. ആ പേരെനിക്കത്. പക്ഷേ ആ ദേവസ്യ എന്റെ കൂട്ടുകാരനായിരുന്നു. ഞാൻ പോളിടെക്നിക്കിന് പോയി കഴിഞ്ഞപ്പോഴാണ് ദേവസ്യ കണക്കിന് നല്ല മിടുക്കനായിരുന്നു. അന്ന് കോമ്പറ്റീഷൻ ദേവസ്യായിരുന്നു. ഞാനും ദേവസ്യ സാവിയൊക്കെ ആയിരുന്നു കണക്കിലെ കോമ്പറ്റീഷൻ നിൽക്കുന്നത്. ഇപ്പം ഞാൻ പോളിൽ പോയെന്ന് അറിഞ്ഞപ്പോഴത്തേന് ദേവസ്യ എന്നോട് ചോദിച്ചു എങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വളരെ നല്ല ഗുഡ് ടെക്നിക്കൽ സ്റ്റഡിയാണ്, ITക്കാളൊക്കെ ഹയർ ലെവലിൽ നിൽക്കുന്നതാണ്. അങ്ങനെ പുള്ളി കാർമലിൽ അപ്ലൈ ചെയ്തു, കാർമലിൽ കിട്ടി. പിന്നിപ്പോ ലോക്കോമോട്ടീവ് ഇതായിട്ട് റെയിൽവേ കയറി നല്ല രീതിയിൽ പോകുന്നു. It is a central government job, It's a, technical job. Normally diesel mechanical അപ്പൊ അങ്ങനെ കുത്രപ്പള്ളിയിൽ ഞാൻ ഒരു റെഫറൻസ് കൊടുത്തു. പിന്നെ ഇതിൽ പോയത് റെയിൽവേയിൽ ചേർന്നെന്ന് ഞാൻ അറിഞ്ഞു. വളരെ ഇതായിട്ട് നല്ല അഭിപ്രായം. എന്റെ വേറെ കൂട്ടുകാർ റെയിൽവേ കയറിയിട്ടുണ്ടായിരുന്നു, കോട്ടയത്തു നിന്നുള്ളവർ. അപ്പൊ അവർക്കെല്ലാം അറിയാവുന്ന വ്യക്തിയാണ്. സന്തോഷം. ഇനിയും കുത്രപ്പള്ളിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ ഞങ്ങളുടെ അവിടെ ഉള്ളൊരു അച്ഛനുണ്ട്. ഞങ്ങളുടെ
വീടിനോട് ചേർന്നിരുന്ന കളപ്പുരയ്ക്കിലെ അപ്പച്ചൻ അച്ഛനെ വിളിച്ചപ്പം അച്ഛനിപ്പോ മത്തായി അച്ഛൻ എന്ന് പറയും. ആ മത്തായി അച്ഛന് 50 വർഷമായി പൗരോഹിത്യത്തിൽ ഈ വർഷം. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ഒരു പ്രത്യേക ലേഖനം 50 വർഷത്തെ പൗരോഹിത്യവും. അപ്പം അച്ഛൻ പട്ടംകുടക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കൊരു 11 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ പ്രായം. ആ സമയത്ത് അച്ഛൻ പട്ടംകുട കെട്ടി ഇന്നിപ്പം 50 വർഷവും കഴിഞ്ഞു. അപ്പോൾ അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു, എനിക്ക് വളരെ അത്ഭുതമായിരിക്കുന്നു, നിങ്ങൾ ഈ ലോകത്തിലെ മറ്റേ ഗ്ലോബിലെ മറ്റേ സൈഡിൽ എന്നെ ഇരുന്ന് അന്വേഷിച്ച് ഫോൺ വിളിച്ചതിൽ. അപ്പോൾ അച്ഛൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു, സിസിലിയാമ്മ നെടുകുന്നത്തുനിന്ന് റിട്ടയർ ആയെന്ന് പറഞ്ഞു. ഇപ്പം നെടുകുന്നത്തുണ്ടെന്ന് പറഞ്ഞു. നീ സിസിലിയാമ്മയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. ഇവരൊക്കെ ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ കൊച്ചു പിള്ളേരായിരുന്നു. ഇപ്പം ഇവരൊക്കെയാണ് ഞങ്ങളെയൊക്കെ നോക്കിയെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട് എന്റെ ഏറ്റവും. അത് ശരി. എവിടെയാ? ജോജി എന്നാണ് അവന്റെ പേര്. അവന് NRI ആണ്. അവന് ബിസിനസ് ദുബൈയിലൊക്കെ ഉണ്ട്. അവന് ഇടയ്ക്കിടയ്ക്ക് ദുബൈ പോയി വരും. അതുകൊണ്ട് അവൻ NRI ആയതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ജോജി മാത്യു. അപ്പൊ അത് ജോജോ, ജോജോ. ഞങ്ങൾ 4 ആണ്, ഒരു പെണ്ണുമാണ്. അത് ശരി. മൂത്തയാള് ജിമ്മിച്ചൻ കഴിഞ്ഞ വർഷം മരിച്ചു. പറഞ്ഞു. ജാൻസി എന്ന് പറഞ്ഞൊരു ഒറ്റ പെങ്ങളെ ഉണ്ട്. അവിടെ കെട്ടിയനും കഴിഞ്ഞ വർഷം. ഓക്കെ. അവരെവിടെയാ? പ്ലാമൂട്ടിലാണ് കെട്ടിച്ചേക്കുന്നത്. പ്ലാമൂട് നമ്മുടെ അശോകൻ റബ്ബർ ഫാക്ടറി. നമ്മുടെ റബ്ബർ ഫാക്ടറി ഏറ്റവും കിഴക്കൻ സൈഡിൽ അശോക് റബ്ബർ ഫാക്ടറിയുടെ ഓണറിന്റെ ചേട്ടന്റെ മകനാണ് എന്റെ. അപ്പൊ ജോജോയുടെ ഫാമിലിയിലുള്ളവരെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായിട്ടും. ഞങ്ങള് 4 ആണ്, ഒരു പെണ്ണാണ്. റെക്കോർഡിംഗ് എന്നുള്ള കോർണറിൽ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഒന്നുകൂടെ ഇറങ്ങിയിരിക്കണം. ജോജോയുടെ ഫാമിലിയൊക്കെ, കൂത്രപ്പള്ളിലുള്ള ഫാമിലിയൊക്കെ പറ്റി കൂടുതലൊന്ന് പരിചയപ്പെടുത്തി തരാമോ? തീർച്ചയായും. ഞങ്ങള് 4 ആണ്, ഒരു പെണ്ണുമാണ്. എന്റെ ചേട്ടൻ ജിമ്മിക്കൻ, പുള്ളിയായിരുന്നു ജീവൻ സ്റ്റേഷൻ നടത്തിക്കുന്നത്. പുള്ളി കഴിഞ്ഞ വർഷം മരിച്ചുപോയത്. അതിന്റെ താഴെയുള്ളത് എന്റെ പെങ്ങള് ജാൻസി. അവളെ കെട്ടിച്ചിരുന്ന പ്ലാമൂട്ടിലാണ് എസ്റ്റേറ്റ് പെരൂർപ്പള്ളിയാണ് അവരുടെ ഇടവക. ആ റബ്ബർ ഫാക്ടറിയുടെ പേരെങ്ങനെ? അശോക് റബ്ബർ ഫാക്ടറിയുടെ ഓണറിന്റെ ചേട്ടന്റെ മോൻ അപ്പച്ചൻകുട്ടി എന്റെ അളിയന്റെ പേര്. 1965-70 അത് റാണി റബ്ബർ ഫാക്ടറി എന്നുള്ളത്. റാണി ഉണ്ടായിരുന്നു. റാണി അങ്ങേറ്റത്ത് എപ്പോഴും ഉണ്ട്. ആ റബ്ബർ ഫാക്ടറി എന്റെ ഉപ്പാപ്പൻ ഓൺ ചെയ്തതാണ് ആ കാലഘട്ടം. പിന്നെ പുള്ളി വിറ്റുപോയി. റാണി റബ്ബർ ഫാക്ടറി എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ പ്രേരണൊക്കെ ഞങ്ങള് പോയത് റാണി അശോക ഫസ്റ്റ് തുടങ്ങുന്നത്. ഈ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പോളിടെക്നിക്കിലെ ഒരു കോഴ്സ് ഉണ്ട്, പോളിമർ ടെക്നോളജി. അവിടുത്തെ പിള്ളേരെ മുഴുവൻ അത് റബ്ബർ ടെക്നോളജിയാണ് കൂടുതലും, കെമിക്കൽ. അപ്പൊ അന്ന് ഫസ്റ്റ് ബാച്ച് തുടങ്ങിയപ്പോൾ ആ പിള്ളേരെ മുഴുവൻ ഈ ഇൻഡസ്ട്രിയിലാണ് അവരുടെ ട്രെയിനിങ് മുഴുവൻ. അവരുടെ ക്ലിനിക്കൽ, നമ്മൾ ഈ ക്ലിനിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്ന പോലെ ടെക്നിക്കൽ ട്രെയിനിങ് മുഴുവൻ. കാരണം അവരെ പഠിപ്പിക്കാൻ സിലബസ് റെഡി ആയില്ലായിരുന്നു. അപ്പം ത്രൂ ഔട്ട് ആ പിള്ളേരോടെല്ലാം, അതിൻ്റെ ഗേൾസ് എല്ലാം ഉണ്ട്, അവരെല്ലാം വരൂരായിരുന്നു വന്നോണ്ട്. എനിവേ കണ്ടിന്യൂ. അതിന്റെ താഴെയുള്ളത് ഞാൻ. ഈ പഠിത്തത്തിനോടൊപ്പം അന്നും ഫാക്ടറിയിൽ പപ്പായ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ ഇൻഡസ്ട്രിയിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഗൾഫിൽ സൗദിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ അതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. അത് ശരി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷം പിന്നെ അതിനകത്ത് നോക്കിയില്ല. അടുത്ത ആളപ്പോ ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ എന്റെ നേരെയുള്ള അനിയൻ ജോഷി എന്നാണ് അവന്റെ പേര്. അവന് കറിവച്ചാൽ ഒരു അപ്പോൾസ്റ്ററി കടയാണ്. അപ്പോൾസ്റ്ററിയുടെ ഐറ്റംസ് വിൽക്കുന്നത്, ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് വിൽക്കുന്ന കടയാണ്. മെറ്റീരിയൽസ് ഉണ്ട്. ബാഗൊന്നുമില്ല, അതിന്റെ മെറ്റീരിയൽസ്, അതായത് ലെതർ പ്രൊഡക്ട്സും റെക്സിൻ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. ഐറ്റംസ് ഒക്കെ വരുന്നത് കൂടുതലും മദ്രാസിൽ നിന്നാണ്. മദ്രാസ്, ബാംഗ്ലൂർ. ഈ നിങ്ങൾക്ക് ഈ 4 പേരും അതിന്റെ ഏറ്റവും ആളാണ് ഇപ്പം ജോജി. അവനാണ് ഇപ്പം സ്ഥാപനം നടത്തുന്നത്. സ്ഥാപനം നടത്തുന്നത് ഒരു ഷോപ്പേ ഉള്ളൂ. ആക്ച്വലി കാര്യമായിട്ട് റൺ ചെയ്യുന്ന ഒരു സ്റ്റോർ. ഇത് മലപ്പള്ളി റൂട്ടാണോ? അല്ല, മുണ്ടക്കയം റൂട്ട്. അർക്കാഡിയാണ് നേരെ ഓപ്പോസിറ്റ്. പൂട്ടി കിടന്ന ബാറിന്റെ മനസ്സിലായി. അപ്പൊ ഡാഡിയും മദറിനെ പറ്റി പറഞ്ഞാൽ അവര് അമ്മച്ചിയും ഞങ്ങളെ ഗൾഫിലും ഞാൻ എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചാള് ഇവിടെ അമേരിക്കയിലും വന്നിട്ടുണ്ടായിരുന്നു. വിസിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2017 അവർ വിസിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് കുറച്ചാൾ നിന്നൊക്കെ പോയി എല്ലാം കണ്ടുകെട്ട് കടയിലുണ്ടായിരുന്നു. ഇപ്പോഴേ ഡാഡിയും മമ്മിയും 2 പേരും ഉണ്ട്. അമ്മച്ചിയും സന്തോഷമായിട്ട് ജീവിക്കുന്നു. അച്ഛനിപ്പം 89 വയസ്സ് കഴിഞ്ഞു, 90-ലായിട്ട് കയറുന്നു. നല്ല ആരോഗ്യത്തോടെ, ദൈവം വെച്ചിട്ട് ആരോഗ്യത്തോടെ കവലക്കൊക്കെ പോകാറുണ്ട്. അത്രയില്ല. കോവിഡ് കാരണം ഇപ്പൊ അല്ലെങ്കിൽ ആൾക്കാരും പോകുന്നില്ല. നമുക്കറിയാമല്ലോ.
ഇരിക്കാറില്ല. പുള്ളി പ്രസ്ഥാനത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുക. പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം. അമ്മച്ചിക്ക് അതുപോലെ തന്നെ. അതെ, ആരോഗ്യത്തോടെ. അത് ശരി. ഈ പെങ്ങളെ ചങ്ങനാശ്ശേരി തന്നെയാ പെങ്ങളെ? അവളുടെ വീട്ടിൽ അവളുടെ വീടുണ്ട്. അവൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. മൂത്തത് നേഴ്സാണ്. അവളിപ്പോ നാട്ടിലുണ്ട്. അവളെ കെട്ടിയവൻ കാനഡയിലാണ്. ഒരു മോനുള്ളത് ഓസ്ട്രേലിയയിലാണ്. നിങ്ങളെല്ലാം പിള്ളേരെല്ലാം അവിടെ എല്ലാവരും പുറത്താ. അപ്പച്ചനും അമ്മയും പുറത്തിറങ്ങിയ ഓസ്ട്രേലിയ പോലേക്ക് ഒരു ഗ്ലോബ് സന്തോഷം. അതെ അതെ. കുട്ടപ്പള്ളി എന്നുള്ളവർ ഇന്നലെ ജർമ്മനിയിലുണ്ടായിരുന്ന ഒരു അമ്മാമ്മയെ വിളിച്ചപ്പോൾ ഇതുപോലെ വളരെ സന്തോഷമായിട്ട്. ജർമ്മനിയിലുണ്ട്. ശരി. അവരെ ഈ സ്ഥലത്ത് ജർമ്മനിയിൽ നിന്ന് ഈ ജോസിന്റെ ഒക്കെ അടുത്താണോ? അല്ല. ഓക്കെ ഓക്കെ. എനിക്ക് 1-2 സ്ഥലപ്പേരെ അറിയത്തുള്ളൂ അവിടുത്തെ. ഇവിടെ പള്ളിയിൽ പോകുന്നത് സെന്റ് ജോസഫ് കാത്തലിക് ചർച്ച്. ശരി. നമ്മുടെ ടെസ്സിയൊക്കെ കാണാറുണ്ടോ? പൂത്തുമുട്ടിലെ ടെസ്സിയെ കഴിഞ്ഞ വർഷം ഹസ്ബൻഡ് മരിച്ചു ഒരു ടെസ്സി പൂത്തുമുട്ട്. അത് ശരി. ടെസ്സി മിസംപിടിക്കാരിയാണ് പൂത്തുമുട്ടിലെ. മോളെ കെട്ടിയവനും ശരി. അല്ലാതെ നിങ്ങൾ പരിചയമുണ്ട്, നാട്ടിൽ മുഖപരിചയമുണ്ട്. കാരണം കുതിരയുടെ പടി കേസാണ്. ഇവിടെ വന്ന് എന്നെ കണ്ടവരുടെ പറഞ്ഞു കുത്രപ്പള്ളി എന്നെ അറിയാം, എന്റെ പെങ്ങളെ അറിയാം. ശരി. ടെസ്സി എന്നെക്കാൾ 1 വർഷം മുമ്പ് ഞങ്ങള് ചങ്ങനാശ്ശേരിക്ക് ബസ് കയറാൻ പോകുമ്പോ ടെസ്സി പിന്നെ കുതിരപ്പള്ളി നമ്പർ 1 സ്പ്രിന്റർ ആണെന്നും ഓട്ടത്തിൽ ടെസ്സി ആയിരുന്നു ഒരു സ്പ്രിന്റർ ആയിരുന്നു. ഒരു കൂട്ടുകാരി ഈയിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അന്വേഷിച്ചതൊന്ന് പറയണേ. ഞാൻ ഇതിന്റെ ക്ലിപ്പ് കുറച്ച് അയച്ചു കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ കുതിരപ്പള്ളി ജോർജ് സാറിന്റെ മകന് മക്കളുള്ളതായിട്ട് അറിഞ്ഞു. റൂബി ഉണ്ടല്ലോ, റൂബിക്ക് എന്നെ നല്ലപോലെ അറിയാം. റൂബിയുടെ കെട്ടിയവൻ തോട്ടക്കാട്ട്. അതെ അതെ കുഴപ്പമില്ല, അത് സാരമില്ല. അതെ. റൂബിയുടെ നമ്പർ എന്റെ മിസ്സായിപ്പോയി. അത് കോഡ് കാരണം എപ്പോഴേലും ഒന്ന് അയച്ചു ഞാൻ റൂബിയെ കൂടെ ഒന്ന് ഇത് ചെയ്തോളാം. താങ്ക് യു ജോജോ. അപ്പോൾ ഇത്രയും വിവരങ്ങൾ അറിഞ്ഞാൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ഡോക്യുമെന്ററിയിൽ വരാൻ ഞങ്ങൾ ജോജോ ഒന്ന് എഴുതി തരണം. അപ്പം നിങ്ങളുടെ കുടുംബ ചിത്രത്തോടൊപ്പം പപ്പായുടെയും മമ്മിയുടെയും കൂടെ ഉള്ള ഒരു ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു നിർത്തുക. നിങ്ങളുടെ പപ്പായും മമ്മിയും പറഞ്ഞ ഏതെങ്കിലും പഴയ കഥകൾ കുത്തപ്പള്ളിയെ പറ്റിയോ പഴയ ഒരു ചരിത്രം, അതായത് അതിനും പുറയിലോട്ടുള്ള ഒരു ഉത്തരങ്ങളെല്ലാം വളരെ ആപ്റ്റാണ്. ഒന്നിലും അതോട്ടില്ല, അടുത്ത സ്റ്റെപ്പില്ല. താങ്ക് യു സോ മച്ച് ജോജോ. അപ്പം ഞാൻ ഈ വീഡിയോ ചെറിയ രീതിയിൽ അപ്ലോഡ് ചെയ്യും. അതായത് എന്തെങ്കിലും ഓക്കെ. താങ്ക്സ്. ഹാവ് എ വെരി നൈസ് മീറ്റിംഗ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഈ ബ്രദേഴ്സ് ആരും ഇങ്ങോട്ട് പിന്നെ വന്നിട്ടില്ല. ഡാഡി പപ്പായും മമ്മിയും അതെ, അവരെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കൂത്രപ്പള്ളിയിൽ നിന്ന് വന്നപ്പം ജോജോ കൂത്രപ്പള്ളി വരുന്നതിന് മുമ്പുള്ള കണ്ണശ്ശേരി കഥകളോ അറിയാമോ? 10 വയസ്സുള്ളപ്പോഴേ കൂത്രപ്പള്ളി വരുന്നത്. 10 വയസ്സിൽ ഞാൻ എനിക്കെല്ലാം നടന്നു. 5 വയസ്സ് നല്ല ഓർമ്മ. അതെ. നമ്മൾ ഹോട്ടലിന്റെ ഒരാളെ Right turn ahead onto Sounds Drive. Then right turn. Yeah, that's right. Right turn ahead.
Arcadia Bay Drive. Then, in 1/10 of a mile, left turn at the end of the road. Left turn at the end of the road onto Trinity Bay Drive. Yeah. You know, so that we also will get some recording, you know. Definitely. I have one, but I do not know where I am now. Yeah, the one I have is like I think 2K or something like that. So it's good quality videos will come from it. Yeah. So nice day though for recording. Yeah, good lighting, right? About a quarter of It's not a too mile, bad. Yeah. Left turn onto McHarg Road.